Hello students, welcome to Easy Learning with സുവിത. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെയും കാണുക. അപ്പോൾ ആദ്യത്തെ പഠന പ്രവർത്തനം എന്നത് കണ്ടെത്തി എഴുതാമെന്നതാണ്. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം? തിരക്കഥ വായിച്ച് കണ്ടെത്തി എഴുതുക. നമുക്കറിയാം ഈ ഒരു ഇങ്ങനെ അമ്മ പറയുന്നത് എപ്പോഴാണ്, ഈ ഒരു സന്ദർഭം എപ്പോഴാണ്? അമ്മയെ അനാഥ മന്ദിരത്തിലേക്ക് അല്ലെങ്കിൽ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അമ്മ മക്കളോട് ഈ ഒരു വാക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാം. രണ്ടാമത്തെ പഠന പ്രവർത്തനം ഉപന്യാസം തയ്യാറാക്കാനാണ്. വീടും പറമ്പും ഗോപൻ്റെ ഷെയറാ. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥയിൽ ദൃശ്യമാകുന്നത്. പ്രതികരണങ്ങൾ സംഘമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക. അവതരണത്തിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കുമല്ലോ. അപ്പോൾ ഈ ഒരു തിരക്കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സമകാലിക കേരളത്തിലെ ഒരു കുടുംബത്തിൻ്റെ നേർചിത്രം നമുക്കതിൽ കാണാൻ പറ്റും. കുടുംബ ബന്ധങ്ങൾ എത്രത്തോളം ശിഥിലമാകുന്നു എന്നതിൻ്റെ ഒരു നേർചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു തിരക്കഥയിൽ ജീവിത രീതികളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എത്രത്തോളമാണ് ഇതിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്ന് ചർച്ച ചെയ്ത് ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചലച്ചിത്രാസ്വാദന സദസ്സാണ്. പി പത്മരാജൻ സംവിധാനം ചെയ്ത തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. സിനിമയെക്കുറിച്ച് ഒരു ആസ്വാദന ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കുക. അപ്പോൾ സിനിമയെക്കുറിച്ച് ഒരു ആസ്വാദന ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കണമെങ്കിൽ നമുക്കൊരു ആസ്വാദന കുറിപ്പ് ആവശ്യമാണ്. അപ്പോൾ ഒരു ചലച്ചിത്ര ആസ്വാദന കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. നമുക്കപ്പോൾ ആദ്യം ഉത്തരത്തിലേക്ക് പോകാം.
അടുത്ത പഠന പ്രവർത്തനം സംവാദമാണ്. പ്രായമായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത് ശരിയാണോ? നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ പെരുകുന്നത് എന്തുകൊണ്ട്? കുടുംബ ബന്ധങ്ങളും വൃദ്ധസദനങ്ങളും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക. ഇവിടെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എന്ന രണ്ട് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. യുവജനങ്ങൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കളെ സുരക്ഷിതരായി പാർപ്പിക്കുന്ന ഇടങ്ങളാണ് വൃദ്ധസദനങ്ങൾ എന്ന് ഒരു അനുകൂലിക്കുന്നവരുടെ വശം പറഞ്ഞുകൊണ്ട് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബഘടനയിലും ബന്ധങ്ങളിലും വന്നു ചേർന്ന വിള്ളലുകളാണ് വൃദ്ധസദനങ്ങൾക്ക് കാരണമെന്ന് 2 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്ന മക്കൾ, അവരെ നോക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ അവരെ സുരക്ഷിതമായ ഒരിടത്ത് ഏൽപ്പിക്കുക, അവരുടെ ആരോഗ്യവും അവരുടെ സുരക്ഷിതത്വം ഒക്കെ ഉറപ്പാക്കുക എന്നുള്ളത് മക്കളുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ അവർ സുരക്ഷിതരായി, വേറെ ആരും ഇല്ലാത്ത പക്ഷം അവർ സുരക്ഷിതരായി ഒരു വൃദ്ധസദനത്തിൽ കഴിയുന്നതാവും നല്ലത് എന്ന ഒരു കാഴ്ചപ്പാടിലാണ് അവരെ അവിടെ ആക്കിയിട്ട് പോകുന്നത് എന്ന് അനുകൂലിക്കുന്ന പക്ഷം പറയുമ്പോൾ, പ്രതികൂലിക്കുന്നവർ പറയുന്നത് കുടുംബ ബന്ധങ്ങളിലും കുടുംബഘടനയിലും ഒക്കെ വന്നു ചേർന്നിട്ടുള്ള വിള്ളലുകളാണ് ഈ ഒരു മാറ്റത്തിന് കാരണം, അല്ലെങ്കിൽ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്നതിന് കാരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 പോയിന്റും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികൂലിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒരു സംവാദം തയ്യാറാക്കണം. അപ്പോൾ ഒരു മോഡറേറ്റർ വേണം, മോഡറേറ്ററുടെ ക്രോഡീകരണം വേണം. അപ്പോൾ അങ്ങനെ ഒരു സംവാദം എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്ത പഠന പ്രവർത്തനം എന്ന കഥാപാത്ര നിരൂപണമാണ്. തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ. കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം, സ്വഭാവം, മനോനില, നിലപാട്, കഥയിലെ സ്ഥാനം, മറ്റുള്ള കഥാപാത്രങ്ങളോടുള്ള ഇടപെടൽ എന്നിവ ഉൾക്കൊണ്ടുകൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ ഈ ഒരു കഥയിലെ അമ്മയുടെ ഒരു രൂപം കൃത്യമായി നമ്മുടെ മനസ്സിൽ തെളിയുന്നതാണ്. ഈ ഒരു തിരക്കഥ വായിക്കുമ്പോൾ നമുക്ക് അമ്മയുടെ രൂപം അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ആ ഒരു കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ്, മനോനില എങ്ങനെയാണ്, നിലപാട്, ഓരോ കാര്യത്തിലെടുക്കുന്ന നിലപാട് എങ്ങനെയാണ്, കഥയിലെ കഥാപാത്രത്തിൻ്റെ സ്ഥാനം എന്താണ്, മറ്റു കഥാപാത്രങ്ങളോടുള്ള ഈ കഥാപാത്രത്തിൻ്റെ, അമ്മ എന്ന കഥാപാത്രത്തിൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കുക. ജാനകി അമ്മയുടെ
കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അടുത്ത പഠന പ്രവർത്തനം അറിയാം പ്രയോഗിക്കാം എന്നതാണ്. പശുവിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആടിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 വാക്യങ്ങൾ ചേർത്ത് പറഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? ചർച്ച ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ ആദ്യം പശുവിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത് ആടിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. മൂന്നാമത്തെ വാക്യത്തിൽ നോക്കുക, പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വാക്യങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ അല്ലെങ്കിൽ മാറ്റി എഴുതുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ് എന്ന് ചർച്ച ചെയ്യുകയും ഇതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം.